കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരനായ കട്ടിംഗ് നബീലിനെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി. പ്രതി റിമാൻഡിൽ. കാമുകിയുമൊത്ത് ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രതി പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദിമുദ്ദീൻ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ $US തരാമെന്ന് വിശ്വസിപ്പിച്ച് പാലക്കാട് നിന്ന് 4 പേരെ വിളിച്ചുവരുത്തി അവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ചില്ല് തല്ലിപ്പൊളിച്ച് കാറിലുള്ളവരെ വെട്ടി പരിക്കേൽപ്പിച്ച് 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിൽ മുഖ്യ സൂത്രധാരനായ കട്ടിംഗ് നബീൽ എന്നറിയപ്പെടുന്ന മലപ്പുറം അരീക്കോട് മുതുവലൂർ സ്വദേശി ചത്തക്കുണ്ടങ്ങൽ വീട്ടിൽ നബീൽ എന്നയാളെയാണ് ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്. ഈ കേസിലെ മറ്റൊരു പ്രതിയെ 2026 ജൂൺ 22-ാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദിമുദ്ദീൻ IPS, ഇരിങ്ങാലക്കുട DYSP M സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്. കവർച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിലെ ആഡംബര വില്ലയിൽ കാമുകിയുമൊത്ത് കഴിയുകയായിരുന്ന നബീൽ ബുധനാഴ്ച കാമുകിയുമൊത്ത് ദുബായിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു. പോലീസിനെ കണ്ട് വില്ലയുടെ വാതിൽ തുറന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ഏറെ ശ്രമകരമായാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കവർന്ന് ഒറ്റയടിക്ക് സമ്പന്നനാകാനുള്ള ഈ 26-കാരൻ്റെ മോഹമാണ് പോലീസ് ഇതോടെ മുളയിലെ നുള്ളിക്കളഞ്ഞത്. സോഷ്യൽ മീഡിയ വഴി പരസ്യം നൽകി ബിനാൻസ് എക്സ്ചേഞ്ച് വഴി ക്രിപ്റ്റോ ട്രേഡിംഗ് നടത്തുന്നവരെ കണ്ടെത്തി ഇന്ത്യൻ രൂപയ്ക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ $US ആക്കിത്തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പാലക്കാട് സ്വദേശികളായ ഇടപാടുകാരെ പ്രതികൾ തൃപ്രയാറിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് ക്രിമിനൽ സംഘത്തിലെ 2 പേർ പാലക്കാട്ട് നിന്നും വന്നവരുടെ കാറിൽ കയറി ഇവരുടെ കൈവശം പണമുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മറ്റു സംഘാംഗങ്ങളെ വിളിച്ചുവരുത്തി ആക്രമണം നടത്തുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ 19-ന് രാത്രി 8:45-ഓടെയായിരുന്നു കവർച്ച നടന്നത്. പാലക്കാട് വിളയൂർ സ്വദേശികളായ മുഹമ്മദ് റാഫി, മുഹമ്മദ് അസ്ലം, അജിത് കുമാർ, അബ്ദുൾ മജീദ് എന്നിവർ വെളുത്ത ടാറ്റ പഞ്ച് കാറിൽ 16,25,000 രൂപയുമായി തൃപ്രയാറിലേക്ക് വരികയായിരുന്നു. ദുബായിലുള്ള നബീൽ എന്നയാൾക്ക് ബിനാൻസ് വാലറ്റിലേക്ക് $US ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരമായി നാട്ടിൽ കൈമാറാൻ കൊണ്ടുവന്നതായിരുന്നു ഈ തുക. തൃപ്രയാർ അമ്പലം വഴി പൈനൂർ ആമലത്ത് അമ്പലത്തിന് അടുത്തെത്തിയപ്പോൾ പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ പഞ്ച് കാറിന് കുറുകെ നിർത്തി തടഞ്ഞു. ഈ സമയം പഞ്ച് കാറിനുള്ളിൽ ഒപ്പമുണ്ടായിരുന്ന 2 പ്രതികൾ ചേർന്ന് പാലക്കാട്ട് നിന്നും വന്ന 4 പേരുടെയും മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച ശേഷം പുറത്തിറങ്ങി. തൊട്ടുപിന്നാലെ ഇന്നോവ കാറിലിറങ്ങിയ സംഘം പഞ്ച് കാറിന്റെ ചില്ലുകൾ തല്ലി തകർക്കുകയും ഉള്ളിലുണ്ടായിരുന്നവരെ വാളുകൊണ്ട് വെട്ടിയും കമ്പിവടി കൊണ്ട് അടിച്ചും ക്രൂരമായി പരിക്കേൽപ്പിച്ചു. തുടർന്ന് കാറിലുണ്ടായിരുന്ന 16,25,000 രൂപയും 1 ലക്ഷം രൂപ വിലമതിക്കുന്ന iPhone 15 Pro Max ഫോണും കവർന്ന് പ്രതികൾ ഇന്നോവ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ മുഹമ്മദ് റാഫിയുടെ പരാതിയിൽ അന്തിക്കാട് പോലീസ് കേസെടുക്കുകയും റൂറൽ SP മുഹമ്മദ് നദിമുദ്ദീന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നേരം പുലരും മുൻപ് തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലൊടുവിലാണ് മുഖ്യ സൂത്രധാരനെ പിടികൂടിയത്. പ്രതിയെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും.